നിത്യജീവിതത്തിൽ ഇസ്ലാമികമായ വിഷയങ്ങളിൽ ധാരാളം സംശയങ്ങൾ അഭിമുഖീകരിക്കാറുള്ളവരാണ് നമ്മൾ. ഉത്തരങ്ങൾ തേടി എളുപ്പം ഇന്റർനെറ്റിനെയോ യൂട്യൂബിനെയോ അവലംബിക്കുകയാണ് മിക്കവരുടെയും പതിവ്. വളരെ ചുരുങ്ങിയ ആളുകൾ മതപണ്ഡിതന്മാരിലേക്ക് മടങ്ങും. സംശയങ്ങൾക്ക് ഉടനടി ഉത്തരം നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇസ്ലാമിക വിഷയങ്ങളിലുള്ള സംശയങ്ങൾക്കും ഉടനടി പരിഹാരം ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഇസ്ലാം വിമർശനത്തിനും ഇസ്ലാമിക പഠനത്തിനും ധാരാളം ആളുകൾ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നുമുണ്ട്. ഇസ്ലാം പഠനത്തിനും സംശയ ദൂരീകരണത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നവർക്ക് ആധികാരികവും ലളിതവും സമഗ്രവുമായ ഉത്തരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറിയാണ് ഇസ്ലാം കവാടം. ഇസ്ലാം സംബന്ധിച്ച 3000-ലധികം വിഷയങ്ങൾ പ്രമാണബദ്ധമായി അവതരിപ്പിക്കുന്നതാണ് ഇസ്ലാം കവാടത്തിന്റെ ഉള്ളടക്കം. 12 ഐക്കണുകൾക്ക് കീഴിലായി അള്ളാഹു, മലക്കുകൾ, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, പരലോകം, വിധി, ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഖുർആനും ശാസ്ത്രവും, ഹദീസുകൾ, സ്ഥാപനങ്ങൾ, വ്യക്തി, കുടുംബം, വിവാഹം, ലൈംഗിക കർമ്മശാസ്ത്രം, സമൂഹം, രാഷ്ട്രം, സമ്പത്ത്, അനന്തരാവകാശം, പ്രപഞ്ചം, മനുഷ്യൻ, മുഹമ്മദ് നബി, സ്വഹാബികൾ, താബിയുകൾ, പണ്ഡിതർ, തത്വചിന്തകർ, ശാസ്ത്രജ്ഞന്മാർ, ഭരണകൂടങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാളികൾ, പ്രസ്ഥാനങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, മതങ്ങൾ, ഫെമിനിസം, സ്ത്രീരത്നങ്ങൾ തുടങ്ങി 3000-ലേറെ വിഷയങ്ങൾ നിലവിലുണ്ട്. ഇവയെല്ലാം വിഷയാസ്പദമായും അക്ഷരക്രമത്തിലും പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ വായനക്കാർക്ക് സെർച്ച് ചെയ്തുകൊണ്ടും ഈ വിഷയങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. മുഴുവൻ ലേഖനങ്ങൾക്കും ഗവേഷണാത്മക രീതിയിൽ കൃത്യമായ റഫറൻസുകൾ ഇസ്ലാം കവാടത്തിന്റെ പ്രത്യേകതയാണ്. വിഷയ വിവരണങ്ങൾക്ക് പുറമെ മലയാളത്തിലെ ആദ്യത്തെ സക്കാത്ത് കാൽക്കുലേറ്റർ, നമസ്കാര സമയം, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, ഇസ്ലാമിക് ക്വിസ്, വീഡിയോകൾ എന്നീ സംവിധാനങ്ങളും ഉപയോക്താക്കൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. തീർത്തും സൗജന്യമായാണ് ഇസ്ലാം കവാടം ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ്. വായനക്കാർക്ക് എളുപ്പത്തിൽ ലേഖനങ്ങൾ കണ്ടെത്തുവാനും വായിക്കുവാനുമെല്ലാം നൂതനവും വ്യവസ്ഥാപിതവുമായ സംവിധാനങ്ങൾ ഇസ്ലാം കവാടം തയ്യാറാക്കിയിട്ടുണ്ട്. ലേഖനങ്ങളെല്ലാം അതാത് വിഷയങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ രചിച്ചതാണ്. ഇംഗ്ലീഷ്, മലയാളം, മംഗ്ലീഷ് എന്നിവയിലൊക്കെ സെർച്ച് ചെയ്ത് വായനക്കാർക്ക് വിഷയങ്ങൾ കണ്ടെത്തുവാനാകും. കൂടാതെ മുഴുവൻ വിഷയങ്ങളും അക്ഷരമാലാക്രമത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വായനയ്ക്കിടയിൽ പ്രധാനപ്പെട്ട പദങ്ങളിൽ നിന്ന് അവ സംബന്ധിച്ച ലേഖനങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള സൗകര്യവുമുണ്ട്. ഇതിലുപരിയായി വിഷയങ്ങളെ കൂടുതൽ പഠിക്കുവാൻ അവയുമായി ബന്ധപ്പെട്ട മറ്റു ലിങ്കുകൾ, വീഡിയോകൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഖുർആൻ, ഹദീസ്, മറ്റ് ഉദ്ധരണികൾ എന്നിവയ്ക്കെല്ലാം പൂർണ്ണമായ റഫറൻസ് നൽകിയുള്ള കവാടത്തിന്റെ അവതാരണ രീതി മലയാളത്തിലെ ഇസ്ലാമിക വെബ്സൈറ്റുകൾ ഇദംപ്രഥമാണ്. 2021 പ്രവർത്തനം ആരംഭിച്ച ശേഷം പുതിയ മേഖലകളിലേക്ക് കവാടം കടന്നു ചെന്നു. ഇതിന്റെ ഭാഗമായി മലയാളത്തിലെ ആദ്യത്തെ സക്കാത്ത് കാൽക്കുലേറ്റിംഗ് വെബ് പേജും ആദ്യത്തെ അനന്തരാവകാശ കാൽക്കുലേറ്ററും ലോഞ്ച് ചെയ്തു. ആനുകാലിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകളുമായി വായനക്കാരിലേക്ക് സമയാസമയം വൈജ്ഞാനിക പ്രഭ പകരാനും വ്യത്യസ്ത വിഷയങ്ങളിലെ വിവിധ വീക്ഷണങ്ങളെ അവലോകനം ചെയ്യാൻ അവസരമൊരുക്കുവാനും കവാടത്തിന് കഴിഞ്ഞു. 4 വർഷം പിന്നിടുമ്പോൾ 15 രാജ്യങ്ങളിലെ 50ഓളം നഗരങ്ങളിൽ നിന്നായി 5 ലക്ഷത്തിലധികം വായനക്കാരിലേക്കെത്താൻ ഇസ്ലാം കവാടത്തിന് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. വർത്തമാനത്തിന്റെ സഞ്ചാരത്തെ സസൂക്ഷ്മം വീക്ഷിച്ച് ഭാവിയിലേക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലും ഇസ്ലാം കവാടം ഒട്ടും പിറകിലല്ല. ഇസ്ലാം കവാടത്തിന്റെ സമ്പൂർണ്ണ ഇംഗ്ലീഷ്, അറബി, ഉറുദു പതിപ്പുകൾ, ഉപയോക്തൃ സൗഹൃദവും ഗവേഷണാത്മകവുമായ വെബ്സൈറ്റ്, സവിശേഷ വിഷയങ്ങളിൽ ഗവേഷണാത്മകമായ പുസ്തകങ്ങൾ, ഇസ്ലാമിക ജീവിതം കൂടുതൽ എളുപ്പമാക്കാനുതകുന്ന മൊബൈൽ ആപ്പുകൾ എന്നിവയും കവാടത്തിന്റെ പണിപ്പുരയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പുതിയ ചിന്തകളും പദ്ധതികളും രൂപകൽപ്പന ചെയ്ത് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സഹകരണ സഹായങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഇസ്ലാം കവാടം ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം കവാടത്തെ ചേർത്ത് നിർത്തുമല്ലോ.